സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യനോട് ചോദിക്കുന്നുണ്ട്, ആകാശേടാ സത്യം പറയടാ, ഇത്രയധികം തുക നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ ഷർട്ടിന് തന്നെ 3000 രൂപയുണ്ട്. മീനാക്ഷിയുടെ വസ്ത്രങ്ങൾക്കും നല്ല അത്യാവശ്യം പൈസ ആയിട്ടുണ്ട്. പിന്നെ ഈ ചെലവുകളും കാര്യങ്ങളും നീ എവിടെ നിന്ന് ഒപ്പിച്ചടാ? പറയടാ എന്നോട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് പറയുന്നുണ്ട്. പേടിയുണ്ട് ശരിക്കും ആകാശിന്, ആര്യൻ എവിടെ നിന്നാവോ പൈസ ഒപ്പിച്ചെന്നൊക്കെ വിചാരിച്ചിട്ട്. ആ സമയത്ത് ആര്യ പറയുന്നുണ്ട്, ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ വലിയൊരു കളവ് നടത്തിന്ന്. കളവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ആര്യൻ പൈസ എടുത്തിട്ടുള്ളത്. കാരണം ബാലേട്ടൻ ഓരോ കാര്യങ്ങൾക്കായി ഗോമതിനെ ഏൽപ്പിക്കുന്ന പണം തന്നെയാണ്, അല്ലാണ്ട് വേറൊരു മാർഗവും ഇല്ലല്ലോ. എന്തായാലും ചേട്ടൻ അതേക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട, എന്തായാലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്ന് നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്. അങ്ങനെ ആര്യനെ ഒരു നിർബന്ധിച്ച് കല്യാണ മണ്ഡപത്തിൽ കൊണ്ടിരുത്തുന്നുണ്ട്. ആര്യൻ ആകാശിനെ കൊണ്ടിരുത്തുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് മിത്ര മുന്നിൽ വന്ന് വിടുന്നുണ്ട്. മിത്ര ഈ കാര്യം അറിയാണ്ടിരിക്കാൻ വേണ്ടി ആര്യം ശ്രദ്ധിക്കാൻ നോക്കുന്നുണ്ട്. എന്താ, നിന്നെ എനിക്കൊന്ന് കാണാൻ വന്നതണ്ട, നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ വായ നോക്കികളെണ്ണ, ഇനി ഒരിക്കൽ കൂടി നീ അതൊന്നും പറയടാ. എനിക്ക് മനസ്സിലുള്ള കാര്യം അപ്പൊ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഇനി നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചെകിട്ടടിച്ച് ഞാൻ മൂളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ചെരുപ്പ് നിന്റെ കാലിൽ വീഴുന്നു പറഞ്ഞു ആദ്യം. അപ്പൊ മിത്രനെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം, വഴക്കുണ്ടാക്കാനുള്ള നേരില്ല, മുഹൂർത്തമായി, അവളാണെങ്കിൽ ഇവരെ കാണാനും പാടില്ല. അതുകൊണ്ട് തന്നെ ആര്യൻ സമാധാനപരമായി പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്തിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ആര്യൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് എന്നെ പേടിയുണ്ടല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ മിത്ര അവിടുന്ന് പോകുന്നുണ്ട്. മിത്ര സംഭവങ്ങളൊന്നും അറിയുന്നില്ല. അതിനുശേഷം താലികെട്ടിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആ സമയത്ത് വീട്ടിലാണെങ്കിൽ അനുജ വരുന്നുണ്ട്. അനുജ വന്ന് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മനോട് പറയാൻ വേണ്ടി വന്നതിന് ഭർത്താവ് പറഞ്ഞത് പ്രകാരം രണ്ടുപേരും ചേട്ടൻ അനിയനും കൂടെ വന്നിട്ടുണ്ടായി. അമ്മ ചേട്ടന്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ വേണ്ടിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ നീക്കട്ടെന്ന് പറഞ്ഞ് സത്യം പറയിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവന്മാരെ അവിടെ നിന്ന് വിട്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ഇനി ബാലേട്ടന്റെ ഇഷ്ടപ്രകാരം അല്ലാതെ അവർ വിവാഹം കഴിക്കൂലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ല അമ്മേ, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ട് മൂത്ത മകള്. പിന്നീട് താലികെട്ടിന്റെ കാണിക്കുന്ന താലികെട്ടിന്റെ മുഹൂർത്തത്തിന്റെ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആകാശ് അച്ഛൻ ഇങ്ങോട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും അത് സ്വപ്നമാണ്, ബാലനൊന്നും കാണുന്നില്ല. അച്ഛൻ വരുന്നു. അയ്യോ അച്ഛൻ, താലികെട്ടിന്റെ കഴുത്തിൽ താലി വെക്കുന്ന മുഹൂർത്തത്തിൽ അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്നുണ്ട് ആകാശ്. എന്തായാലും ആര്യനും മറ്റുള്ളവരൊക്കെ സമാധാനിപ്പിച്ച് ചേട്ടാ കെട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട്, മീനാക്ഷിക്കും ദേഷ്യം വരുന്നുണ്ട്. ആകാശിന് ഇത്രയ്ക്കധികം അച്ഛനെ പേടി എന്നുള്ള കാര്യത്തിൽ മീനാക്ഷിക്ക് ഇങ്ങനെ അറിയില്ലായിരുന്നു. എന്തായാലും ആ കർമ്മം കഴിയുന്നുണ്ട്. കല്യാണം നല്ല രീതിയിൽ താലികെട്ട് നടന്ന് സിന്ദൂരം അണിയിച്ച് പൂമാല പരസ്പരം ഇടിയിച്ച് അമ്പലം അതിന് ചുറ്റുമൊക്കെ വെച്ച് നല്ല സന്തോഷത്തോടെ മീനാക്ഷിക്ക് ആ വിഷമൊക്കെ പോയി. അങ്ങനെ നല്ല സന്തോഷത്തോടെ തന്നെയാണ് അവർ അവിടുന്ന് പോരുന്നത്. കാറിൽ ആര്യൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. രണ്ടുപേരും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് വീടെത്താറായപ്പോൾ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, നമ്മളെ ഒരു യുദ്ധഭൂമിയിലേക്കാണ് പോകുന്നത്. ചേച്ചിയോടാണ് ഞാൻ പറയുന്നത്, എന്ത് കണ്ടാലും ചേച്ചി പതറരുത്, പേടിക്കുകയും ചെയ്യരുത്. അതൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ചേച്ചി കട്ടയ്ക്ക് നിന്നോളണം എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്ക് ഒരു പേടിയുണ്ട്. അച്ഛൻ ഇത്രയ്ക്കും ക്രൂരനെന്നുള്ള കാര്യം മീനാക്ഷിക്ക് അങ്ങനെ ആകെ ടെൻഷനായിട്ട് പാടുണ്ടായിരുന്നില്ല. ഇതേസമയം തന്നെ ബാലനും ഗോമതിയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്താണ് വീടിന്റെ ഉമ്മറത്തൊരു കാറ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ ബാലൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കാറ് വന്നിട്ട് കാറിൽ നിന്ന് ആദ്യം ഇറങ്ങുന്ന ഒരു പെണ്ണാണ്. അപ്പൊ ബാലൻ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അതിനുശേഷം ബാലയൊക്കെ കഴുത്തിലിട്ട് ശരിക്കും ഒരു കല്യാണ വേഷത്തിൽ ഇറങ്ങുന്ന പെണ്ണിനെ കണ്ടപ്പോൾ ബാലൻ അത്രയ്ക്ക് വലിയതൊന്നും തോന്നിയില്ല. പക്ഷെ കൂടെ ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ ബാലൻ ആകെ തകർന്നു പോകുന്നുണ്ട്. കാരണം നമ്മുടെ ആകാശാണ് ബാലന്റെ ഓമന പുത്രൻ. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, ഒട്ടും അടിക്കൊന്നുമില്ലാത്ത ഒരടിമനെ പോലെ പണിയെടുക്കുന്ന തന്റെ മകനാണ് ഈ നിൽക്കുന്നതെന്ന് ബാലന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അവർ രണ്ടുപേരും ഇറങ്ങി വരുന്നത് കണ്ടതോടുകൂടി ഗോമതിര ആങ്ങളന്മാരും ഭയങ്കര സന്തോഷം അവർക്ക്. അച്ഛനെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്, അപ്പൊ പിന്നെ ഇതല്ല ഇതിനപ്പുറം ഉണ്ടാവും പറഞ്ഞ് ആങ്ങളന്മാരുടെ പരിഹാസം കൂടെ ആയപ്പോൾ ബാലൻ ആകെ തകർന്നു. അച്ഛനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് തെറ്റ് പറ്റിപ്പോയി. മീനാക്ഷിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കാണ്ട് പറ്റില്ല, അവളുടെ കല്യാണമാണ് അവര് വീട്ടുകാരിപ്പോ നടത്തും, ഞങ്ങൾ ഇത്രയും നാളായി സ്നേഹത്തിൽ എന്നൊക്കെ പറഞ്ഞ് ആകാശം നമ്മുടെ അച്ഛന്റെ കാലൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ബാലൻ ഒരക്ഷരം പോലും പറയുന്നു. ബാലൻ ആകെ തകർന്ന് നിൽക്കുന്നുണ്ട്. ആ ഞെട്ടിൽ നിന്ന് മോചിതനാവുന്നില്ല. അങ്ങനെ ബാലൻ പെട്ടെന്ന് തന്നെ വീട് വിട്ടിറങ്ങി പോകുന്നുണ്ട്.
അങ്ങനെ ബാലൻ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് കത്തിക്കുന്നു പറഞ്ഞെങ്കിലും കൂടി ബാലൻ നേരെ അവരെ അനുഗ്രഹിക്കാനോ അകത്ത് കയറ്റാനോ നിൽക്കാതെ അങ്ങനെ തന്നെ പോകും. ഗോമതി ഉണ്ടെങ്കിൽ ബാലൻ പോണ കണ്ടപ്പോൾ തിരിച്ചു വരാത്തൊരു പോക്കിട് എന്നൊരു തോന്നലോടുകൂടി ഗോമതി ആകെ പേടിച്ച് വിറച്ച് ബാലേട്ട നിക്ക് ബാലേട്ട എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ആനന്ദും ആകാശും കൂടി അമ്മനെ തടയുന്നുണ്ട്. പക്ഷേ ഗോമതി അപ്പോഴത്തേനും തളർന്ന് വീഴുന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ബാലൻ ഇറങ്ങിപ്പോയി. പിന്നെ നമ്മുടെ മണവാട്ടിനെ അകത്തേക്ക് കയറ്റണോ കയറ്റേണ്ടോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. കാരണം ഗോമതിക്ക് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വിവരം അറിയും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.